അതെ, ഒരു ചിക്കൻ കറി വെക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു. അപ്പം അത് നമ്മൾ പൊളിച്ച് കൈ കൊടുക്കണ്ടേ? ഭയങ്കര സിമ്പിളാണ് ചിക്കൻ കറി വെക്കാൻ. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ പേരിൽ ഞാൻ എങ്ങനെ വെക്കണമെന്ന് കാണിച്ചു തരാം. പക്ഷെ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് വെച്ചിട്ടുണ്ട്. ഉപ്പും മുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് മാരിനേറ്റ് വെച്ചേക്കും. അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതൊന്ന് പൊരിച്ചെടുക്കണം. പൊരിച്ചിട്ടാണ് ചിക്കൻ കറി വെക്കണം. ഒരു പാൻ ചൂടാക്കിയിട്ടേ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഈ ചിക്കനെല്ലാം നമുക്ക് വറുത്തെടുക്കാം. ഒത്തിരി നേരം വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. നമ്മളിനി ഇത് വേവിക്കേണ്ടല്ലോ, അപ്പോൾ അത് ബാലൻസ് വെന്തോളും. അത്യാവശ്യം ഫ്രൈഡായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് തിരിച്ച് കോരാവേ. എന്നിട്ട് ആ എണ്ണ കളയരുത്. ആ എണ്ണയിലാണ് നമ്മൾ ബാലൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണേ. ഈ എണ്ണയിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1.5 സബോള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കണം. ഞാൻ ഒരു ട്രിക്ക് ചെയ്യണതെന്ന് വെച്ചാൽ നന്നായിട്ട് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിടും. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴണ്ട് കിട്ടും. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് പച്ചമണം മാറണ വരെ ഒന്ന് മിക്സ് ചെയ്യണം. 1/2 തക്കാളി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും പൊരിച്ച് വെച്ച ചിക്കനെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് നല്ല തിളച്ച ചൂടുവെള്ളം ആവശ്യത്തിന് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ചാണ് ഒഴിച്ചു കൊടുത്തേക്കണേ, റോസ്റ്റാക്കി. പക്ഷെ എന്നാലും കുറച്ച് കുറഞ്ഞു പോയി. നിങ്ങൾ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണേ. ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പം മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കണേ. നമുക്ക് ചിക്കനൊക്കെ വെന്ത് കിട്ടണ്ടേ. പിന്നെ ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നേക്കണയാണ്. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ.